Hi all, welcome to Exam Way Olympiad. So algebra ഒരു പ്രോബ്ലം നോക്കാം. തന്നിട്ടുള്ളത് suppose that the two roots of the equation 1 by x square minus 10x minus 29 plus 1 by x square minus 10x minus 45 is equal to 2 square minus 2 square by x square minus 10x minus 16 equal to 0 എന്നാണ് തന്നിട്ടുള്ളത്. ആൽഫ ബീറ്റയാണ് അതിൻ്റെ റൂട്ട്, അങ്ങനെയാണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ എന്താണ്, അല്ലെങ്കിൽ സം ഓഫ് ദ റൂട്ട്സ് എന്താണെന്നുള്ളതാണ് ചോദ്യം. ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എന്താണ് എക്സ് സ്ക്വയർ മൈനസ് 10x ഉണ്ടല്ലേ. ഇവിടെ 2 സ്ക്വയർ അല്ല, ഇവിടെ 2 ആണ് കേട്ടോ. ഇവിടെ 2 സ്ക്വയർ അല്ല, 2 ആണ്. ഓക്കെ, സോ ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 10x മൈനസ് 20 ആണ്. ഇവിടെ പാറ്റേൺ ശ്രദ്ധിക്കുക. അതായത് ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 10x ഉണ്ട്, ഇവിടെ ഒരു എക്സ് സ്ക്വയർ മൈനസ് 10x ഉണ്ട്, ഇവിടെ ഒരു എക്സ് സ്ക്വയർ മൈനസ് 10x ഉണ്ട്. സോറി, സോ എന്താണ് എല്ലാ ടേംസിലും അല്ലേ, 3 ടേംസ് ആണുള്ളത്. ആ 3 ടേംസിലും എന്തുണ്ട്, എക്സ് സ്ക്വയർ മൈനസ് 10x എന്ന് പറയുന്ന ഫാക്ടർ ഉണ്ട്. സോ ആ എക്സ് സ്ക്വയർ മൈനസ് 10x പകരം ഞാൻ എന്ത് ചെയ്യാണ്, വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ് ചെയ്യുന്നത്, എക്സ് സ്ക്വയർ മൈനസ് 10x എക്സ് സ്ക്വയർ മൈനസ് 10x പകരം ഞാൻ വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്താണ് ഇക്വേഷൻ വരിക, നിങ്ങൾ ശ്രദ്ധിച്ചേ. ഈ ഒരു ഇക്വേഷൻ എന്താ വരിക, 1 by y minus 29 plus 1 by y minus 45 which is equal to 2 by y minus 16 അല്ലേ. ഞാൻ എന്താ ചെയ്തിട്ടുള്ളത്, ഇവിടെ എന്ത് ചെയ്തു, എക്സ് സ്ക്വയർ മൈനസ് 10x പകരം y കൊടുത്തു, അടുത്ത എക്സ് സ്ക്വയർ മൈനസ് 10x പകരം y കൊടുത്തു, വീണ്ടും എക്സ് സ്ക്വയർ മൈനസ് 10x പകരം y കൊടുത്തു. അത് മാത്രമല്ല ഈ മൂന്നാമത്തെ ടേം ഞാൻ എന്ത് ചെയ്ത് റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ഇനി എന്താണ് ഈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ വരിക, ഫസ്റ്റത്തെ ടേം നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇതിങ്ങോട്ട് പോകില്ലേ. അപ്പോൾ എന്താ വരിക, y minus 45 plus y minus 29 divided by y minus 29 into y minus 45 equal to 2 by y minus 69 എന്ന് കിട്ടും. സോ എഴുതി നോക്കാം. സോ y minus 45 plus y minus 29 divided by y minus 29 into y minus 45 which is equal to 2 by y minus 69. ഇതല്ലേ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോറി. സോ ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ y ഉണ്ട്, ഇവിടെ y ഉണ്ട് അല്ലേ. ഇപ്പോൾ വൈയും ആഡ് ചെയ്യുന്ന സമയത്ത് എന്താ വരിക, 2y വരും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, 2y എഴുതാം. ഇവിടെ ഒരു മൈനസ് 45 ഉണ്ട്, ഒരു മൈനസ് 29 ഉണ്ട് അല്ലേ. മൈനസ് 45 ഉണ്ട്, മൈനസ് 29 ഉണ്ട്. അപ്പോൾ എത്രയാണ് ആഡ് ചെയ്യുന്ന സമയത്ത് വരിക, മൈനസ് 45 പ്ലസ് 30 മൈനസ് 30 എത്ര വരിക, മൈനസ് 75 ആണ്. അതിനൊന്ന് കുറച്ചാൽ മതി, മൈനസ് 74 അല്ലേ. അപ്പോൾ എന്താ വരിക, മൈനസ് 74 ഡിവൈഡഡ് ബൈ y മൈനസ് 29 ഇൻറ്റു y മൈനസ് 45 ആണ് വരുന്നത്. സോ അങ്ങനെ തന്നെ വെക്കാം, y മൈനസ് 29 ഇൻറ്റു y മൈനസ് 45 വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ് തന്നിട്ടുള്ളത്, 2 by y minus 16 2 by y minus 16. ഇവിടെ സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2y minus 74 2 കോമൺ ആണ്. സോ ബാക്കി എന്താ വരിക, y minus 37 അല്ലേ. 74/2 എത്രയാണ്, 37 ഡിവൈഡഡ് ബൈ y minus 29 ഇൻറ്റു y minus 45 വിൽ ബി ഈക്വൽ ടു 1 by y minus 16. ക്രോസ് മൾട്ടിപ്ലൈ വീണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ വരിക, അത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് y minus 37 ഇൻറ്റു y minus 16 ഇവിടെ എന്താണ് ഈക്വൽ ടു y minus 29 into y minus 45 ചെയ്യാം. എന്താ ചെയ്യുക, എന്ത് ചെയ്യാം, ലൈക്ക് 1 into y minus 29 into y minus 45 ചെയ്യാം. സോ ആ സമയത്ത് എന്താ വരിക, y minus 37 into y minus 69 will be equal to y minus 29 into y minus 45 അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, സോറി ലൈക്ക് എക്സ്പാൻഡ് ചെയ്ത് നോക്കുന്ന സമയത്ത് എന്താ വരിക, y സ്ക്വയർ മൈനസ് 37y ഉണ്ടാവും. ഇവിടെ നിങ്ങൾ നോക്കണേ, ഇവിടെ ഒരു മൈനസ് 37y ഉണ്ടാവും അല്ലേ. സിമിലർലി എന്താണ്, മൈനസ് 69y ഉണ്ട് അല്ലേ. അപ്പം ഇവിടെ ഒരു ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു മൈനസ് 37y ജനറേറ്റ് ആവും. ഇവിടെ ഇതും മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ടാവും, മൈനസ് 69y ജനറേറ്റ് ആവും. എക്സ്പാൻഡ് ചെയ്ത് നോക്കുക, എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്താ വരിക, മൈനസ് 37 മൈനസ് 69y അല്ലേ. മൈനസ് 70 അല്ലെങ്കിൽ എങ്ങനെ പറയാം, മൈനസ് 70 മൈനസ് 36y എന്ന് പറയാം. അപ്പോൾ എന്താ വരിക, മൈനസ് 70 പ്ലസ് 36 എത്ര, വിച്ച് ഇസ് 116 അല്ലേ. 106y പ്ലസ് എന്താ വരിക, ഒരു മൈനസ് 37 ഇൻറ്റു മൈനസ് 69 വരും അല്ലേ. മൈനസ് 37 ഇൻറ്റു ഇതൊന്നും മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ വരിക, മൈനസ് 37 ഇൻറ്റു മൈനസ് 69 അല്ലെങ്കിൽ എന്താ വരിക, പ്ലസ് 37 ഇൻറ്റു 69. 2 മൈനസ് ഉണ്ട്, സോ എന്താവും, പ്ലസ് ആവും. ഇത്രയാണ് ഇത് എക്സ്പാൻഡ് ചെയ്യുക. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സിമ്പിളായിട്ടുള്ള എക്സ്പാൻഷൻസ് ആണ്, എന്ത് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. സോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടേം കിട്ടും. റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കുന്ന സമയത്ത് എന്താ വരിക, വീണ്ടും y സ്ക്വയർ മൈനസ് 29y ഉണ്ട് അല്ലേ. മൈനസ് 29y വരും. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് മൈനസ് 29y മൈനസ് 45y. സോ എന്താണ് ലൈക്ക് എല്ലാ സ്റ്റെപ്സ് ഞാൻ എഴുതുന്നില്ല, നമ്മൾ പതിയെ എന്ത് ചെയ്യണം, സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാൻ പഠിക്കാം. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ മൈനസ് 29y ഉണ്ടാവും, മൈനസ് 45y ഉണ്ടാവും. മൈനസ് 45 മൈനസ് 29 പറഞ്ഞാൽ എത്രയാണ്, സോറി മൈനസ് 74y അല്ലേ. എന്താ വരിക, മൈനസ് 74y. പിന്നെന്താ വരിക, പ്ലസ് 29 ഇൻറ്റു 45 ഇതല്ലേ വരിക. ഒരു y സ്ക്വയർ ക്യാൻസൽ ആവും അല്ലേ. y സ്ക്വയറും ക്യാൻസൽ ആവും. സോ ഈ ഒരു y സ്ക്വയർ ക്യാൻസൽ ആവും. ഒരു 106y ഉണ്ട്, അതിനെ ഈ സൈഡിലോട്ട് കൊണ്ടുപോകും.
അല്ലേ 106y ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് എന്താ വരിക -106y + 106y. സോ എന്താ വരിക 106y - 74y = 37 × 69 - 29 × 45. ഓക്കെ അല്ലേ? സോ എന്താ ചെയ്തിട്ടുള്ളത് ഈ -106y അപ്പുറം സൈഡിൽ കൊണ്ടുപോയി. അപ്പോൾ എന്തായി +106y ആയി. ഇവിടെ -74y ഓൾറെഡി ഉണ്ട്, അത് ഞാൻ അവിടെ തന്നെ വെച്ചു. അടുത്ത എന്താ ചെയ്തിട്ടുള്ളത് ഇവിടെ നോക്കി നിങ്ങൾ, ഇവിടെ 37 × 69 ആണുള്ളത് അല്ലേ. ആ 37 × 69 ഞാൻ അങ്ങനെ തന്നെ വെച്ചു. ഓക്കെ ആണല്ലോ. ഇവിടെ 29 × 45 ഉണ്ടായിരുന്നു, 29 × 45 ഉണ്ടായിരുന്നു. അത് ഞാൻ എന്ത് ചെയ്തു ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോയി ചെയ്തു. അപ്പോൾ -29 × 45 അങ്ങനെ കിട്ടിയത്. സോറി. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കി നിങ്ങൾ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കിയാൽ നിങ്ങൾ 106y - 74y ആണുള്ളത്. 106y - 74y ആണുള്ളത്. 106y - 74y എത്ര വരിക അല്ലേ 32y വരും. സോ എന്ത് ചെയ്യാം 32y എന്ന് എഴുതാം. 32y which is equal to 37 × 69 എത്ര വരിക 37 × 69. സോ വിച്ച് ഇസ് tan 7 63 ആണ്. സോ 3 വരും 6 വരും. 9 × 3 27, 27 പ്ലസ് എത്ര വരിക 7 × 6 42, 42 ഒരു 6 കൂടെ വരും അല്ലേ. അപ്പോൾ എത്ര വരിക 6 × 8 8 15 5 1 4 5 7. സോ 5 വരും 7 3 × 6 18 18 പ്ലസ് 7 എത്ര വരിക 25. 2553 വരും. 2553 മൈനസ് എന്താ വരിക 29 × 45 എത്രയാണ് 45 × 29 ആണ്. 45 × 30 - 1 ചെയ്താൽ മതി. 45 × 30 എത്ര 135 അല്ലേ. 1350 - 45 വരും അല്ലേ. 1350 - 45 വരും വിച്ച് ഇസ് 1305 വരും. സോ എന്താ വരിക 1305. 2553 - 1305 ആണ് വരിക വിച്ച് ഇസ് 1248 അല്ലേ. 1248 വരും വിച്ച് ഇസ് ഈക്വൽ ടു 32y. വൈയുടെ വാല്യൂ 1248/32 ചെയ്ത് നോക്കുക. അപ്പോൾ എന്ത് ചെയ്യും 39 ആൻസർ ആയിട്ട് വരും. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് വൈയുടെ വാല്യൂ എന്ത് ചെയ്തിട്ടുണ്ട് 39 കിട്ടിയിട്ടുണ്ട്. സോ വൈയുടെ വാല്യൂ 39 ആണെങ്കിൽ നിങ്ങൾ നോക്കിയേ വൈയുടെ വാല്യൂ 39 ആണ് വിച്ച് ഇസ് എന്താണ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വിച്ച് ഇസ് x² - 10x അല്ലേ. x² - 10x അതിൻ്റെ വാല്യൂ ആണ് എന്ത് ചെയ്തത് 39 വന്നത്. സോ x² - 10x - 39 = 0 സം ഓഫ് ദ റൂട്ട്സ്. ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്തിട്ടുള്ളത്. സോ സം ഓഫ് ദ റൂട്ട്സ് എന്താ വരിക സം ഓഫ് ദ റൂട്ട്സ് ആൽഫ പ്ലസ് ബീറ്റ വിച്ച് ഇസ് എന്താണ് -b/a അല്ലെങ്കിൽ എന്താണ് -10 വരും അല്ലേ. -10 വിച്ച് ഇസ് ഈക്വൽ ടു 10 ആണ് ആൻസർ വരിക. അതെങ്ങനെയാണ് സം ഓഫ് ദ റൂട്ട്സ് വന്നത് സോറി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ടെങ്കിൽ അല്ലേ സം ഓഫ് ദ റൂട്ട്സ് ഇപ്പോൾ ax² + bx + c എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ ax² + bx + c = 0 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ റൂട്ടുകളുടെ സം ഓഫ് ദ റൂട്ട്സ് എന്തായിരിക്കും സം ഓഫ് ദ റൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -b/a പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് വിൽ ബി ഈക്വൽ ടു c/a ആണ്. സോ ഈ ഒരു കോൺസെപ്റ്റ് അറിയാമെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ഡയറക്റ്റ്ലി ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. സോ -10 വിച്ച് ഇസ് ഈക്വൽ ടു 10 ആണ് ആൻസർ ആയിട്ട് വരിക.